കേരളത്തിൻ്റെ കരുത്തുറ്റ പ്രതിപക്ഷ നേതാവും പറവൂരിൻ്റെ MLA-യുമായ ഏവരുടെയും പ്രിയങ്കരനായ രാഷ്ട്രീയ കേരളത്തിൻ്റെ സമുന്നത നേതാവുമായ അഡ്വക്കേറ്റ് VD സതീശനെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നതിനായി ഏറെ ആദരവോടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യനായ അഭിവന്ദ്യനായ കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് ഐറേനിയസ് തിരുമേനി, പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതനും ഈ നാടിൻ്റെ MLA-യുമായ ശ്രീ KN ഉണ്ണികൃഷ്ണൻ, മുൻ MLA പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ, അതുപോലെ വേദിയിലും സദസ്സിലിരിക്കുന്ന വികാരിയച്ഛൻ ഉൾപ്പെടെ ഉള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള ജോൺസ് കൺവെൻഷൻ സെൻറ്റർ പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന മഹനീയമായ മുഹൂർത്തമാണ്. ഈ ചടങ്ങ് നിർവഹിക്കാൻ എന്നെ ഡോക്ടർ പൗലോസ് മത്തായി സർ ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം അയ്യമ്പള്ളി എന്ന് പറയുന്നത് പറവൂരിലുള്ളവർക്ക് അന്യമായ ഒരു സ്ഥലമല്ല, വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. ഞങ്ങൾ ചെറായിയും അയ്യമ്പള്ളിയൊക്കെ കാണുന്നത് പറവൂരിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ ഒരു നല്ല ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കൂടിച്ചേരാനുള്ള സ്ഥലമാണ്, എല്ലാവരും ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലമാണ്. ഇന്ന് നമ്മുടെ ആളുകളുടെ ഇടയിൽ വലിയ ഏകാന്തത വർദ്ധിച്ചു വരികയാണ്, ലോൺലിനെസ്. അത് ലോകത്ത് തന്നെ ഈ ഏകാന്തത ആളുകൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വരുന്ന ഏകാന്തതയെക്കുറിച്ച് പഠിക്കാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ കമ്മിറ്റികളെല്ലാം വെച്ചിരിക്കുകയാണ്. ആളുകളത് മാനസികമായും ശാരീരികമായുമുള്ള ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും അസുഖങ്ങളിലേക്കും ആളുകളെ നയിക്കുന്ന അപകടകാരിയായ ഒരാളാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. WHO തന്നെ പറഞ്ഞിരിക്കുന്നത് 15 സിഗരറ്റ് ഒരു ദിവസം തുടർച്ചയായി വലിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഏകാന്തത കൊണ്ടുണ്ടാകുമെന്നാണ്. നമ്മൾ ഈ ഏകാന്തതയെ അകറ്റിക്കളയണം, അതിന് കൂടിച്ചേരലുകൾ ഉണ്ടാകണം. നമ്മൾ നിരന്തരമായി എല്ലാവരുമായി സംസാരിക്കണം, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിയണം, അവരുടെ പ്രയാസങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കഴിയണം. വിഷമിപ്പിക്കുന്നവനെ ഒന്ന് ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മുടെ ചുറ്റുപാടുകളിലും എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടും. രോഗങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, വേർപാടുകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വേറൊരു കുടുംബത്തിലാണ്, നമ്മുടെ വീട്ടിലല്ല. പക്ഷേ ഒരു പ്രയാസം കാണുമ്പോൾ, ഒരു ദുഃഖം കാണുമ്പോൾ അത് നമ്മുടെ ഇത് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരായി പോകുന്നത്. അപ്പോൾ പരസ്പരമായ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ചേർത്ത് നിർത്തൽ കൊണ്ടുമാണ് നമ്മൾ കൂടി രക്ഷപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. നമ്മൾ ആ ഏകാന്തതയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. ഒരുപാട് കൂടിച്ചേരലുകൾ ഉണ്ടാകണം. ശരിക്കും ദേവാലയം എന്ന് പറയുന്നത് എന്താണ്? 4 ചുവരുകളും മേൽക്കൂരയുമുള്ള കല്ലും മണ്ണും സിമൻറ്റും തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേവലമായ ഒരു നിർമ്മിതിയാണോ ദേവാലയം? അല്ല. അതിനപ്പുറം നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം ഇറക്കി വെച്ച്, അല്ലേ, മുട്ടിപ്പായ പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിലാണ് ഒരു ദേവാലയം ആയി മാറുന്നത്, ഒരു നിർമ്മിതി ദേവാലയമായി മാറുന്നതും അവിടെ ദൈവികമായ ചൈതന്യം ഉണ്ടാകുന്നതും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നാണ്. അപ്പം ഇത് പള്ളിയോടനുബന്ധിച്ച ഒരു സ്ഥാപനമാണ്, അല്ലേ? ദൈവഭവനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി ഒരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് വിശ്വാസമുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം എന്നാണ്. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തതയുള്ള ആളായതുകൊണ്ട് നമ്മുടെ പ്രത്യാശയും സ്ഥിരതയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്.
നമുക്കാരാ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഈ മഹാപുരോഹിതനാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാം അല്ലേ എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ വാഗ്ദാനം ചെയ്തിരിക്കുന്നയാൾ വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ പ്രത്യാശയും നമുക്ക് മാറ്റാൻ പാടില്ല. ഹോപ്പാണ് പ്രത്യാശ അല്ലേ? പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രത്യാശയിലും നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. എന്തുകൊണ്ടാണ്? അത് നടത്തിത്തരാം എന്ന് നമുക്ക് വാക്ക് തന്നിരിക്കുന്നവൻ വിശ്വസ്തനാണ്. ഇടയ്ക്കിടയ്ക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. അചഞ്ചലമായ ദൈവവിശ്വാസമാണ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ആത്മവിശ്വാസം നമുക്ക് പകർന്നു തരുന്നതും അതാണ്. അതുകൊണ്ടാണ് പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ചേർത്ത് നിർത്തൽ കൂടെയും പ്രത്യാശയോടുകൂടിയും ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്നതൊരു ക്രൈസ്തവ ദർശനവും ഒരു കാഴ്ചപ്പാടുമാണ്. എല്ലാ സങ്കടങ്ങളിലും പതരാതെ നിൽക്കുക അല്ലേ? വിഷമങ്ങളിൽ അടിപതരാതെ നിൽക്കുക, പിന്തിരിഞ്ഞോടാതിരിക്കുക, തളർന്നു പോകാതിരിക്കുക. എല്ലാ പ്രശ്നങ്ങളും വരും. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷവാന്മാരും, ചിരിക്കാതെ നടക്കുന്ന ആളുകളെല്ലാം വിഷമിച്ച് നടക്കുന്നവരും മാത്രമാണ്. ഇതെല്ലാം മിക്സ്ഡാണ് നമ്മുടെ ജീവിതത്തിൽ. മിക്സ്ഡാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പിൻബലവുമാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അവൻ നമ്മുടെ കൂടെയുണ്ട് അല്ലേ? നമ്മുടെ വലതുഭാഗത്തുണ്ട്, നമ്മുടെ കൂടെ ഒരു യോദ്ധാവിനെ പോലെ ഉണ്ട്. നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ എൻ്റെ വഴികാട്ടാൻ, എനിക്ക് മാർഗദർശനം തരാൻ എൻ്റെ മുന്നിൽ അവനുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ്, കൂടെയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാം, വിഷമങ്ങൾ പറയാം, പ്രയാസങ്ങൾ പറയാം. എന്താ പ്രാർത്ഥന? മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ്. അല്ലാതെ നമ്മുടെ ഒരു കാര്യസാധ്യം നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ചടങ്ങിൽ പറഞ്ഞു, ദൈവഹിതം നടത്താൻ എന്നെ ശക്തനാക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലേ? ദൈവഹിതമുണ്ട്, അത് നന്നായി നടത്താൻ എന്നെ ശക്തനാക്കണം എന്നതാണ് പ്രാർത്ഥന. ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിലാണ് ജീവിതത്തിൻ്റെ പ്രത്യാശയും എല്ലാ കാര്യങ്ങളും ഒരുപാടായിട്ട് ഉള്ളത്. അതാണ് നമ്മുടെ വിശ്വാസം, അതാകണം നമ്മുടെ കരുത്ത്. ഏകാന്തതയോട് വിട പറഞ്ഞ് കൂടിച്ചേരലുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരുമിച്ച് അന്വേഷിക്കണം. അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ഒരു കുഞ്ഞിന് പനി വന്നാൽ വിളിച്ച് ചോദിക്കണം, എന്തായി, മാറിയോ, കുറഞ്ഞോ, ഇപ്പം എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന് വിളിച്ച് ചോദിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം കാര്യം വിചാരിച്ചുകൊണ്ട്, സ്വന്തം വിഷമം വിചാരിച്ചുകൊണ്ട്, നല്ലതൊന്നും വിചാരിക്കാതെ പ്രത്യാശയില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കും. പ്രത്യാശ ഇല്ലാതെ ഇരിക്കുകയും നമ്മൾ ഏകാന്തതയിലേക്ക് പോകുമ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആരോടാ? നമുക്ക് വാഗ്ദാനം നൽകിയ ആളോടുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ വേദനകളെയും അവരുടെ ദുഃഖങ്ങളെയും എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല എല്ലാവർക്കും. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, ചിലപ്പോൾ ഒന്ന് ചേർത്തൊന്ന് പിടിച്ചുകൊണ്ട്, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് തോളിൽ നമ്മൾ തട്ടുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ക്രൈസ്തവ ദർശനത്തെ യാഥാർത്ഥ്യമാക്കുന്നത്. അതിലൂടെ ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ കരുത്തുമായി മാറുകയാണ്. പരസ്പരമുള്ള ഈ വിശ്വാസവും സ്നേഹവും നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കോട് നമ്മൾ നടത്തുന്ന പ്രചോദനവുമാണ്, പ്രോത്സാഹനവുമാണ് നമ്മെ ഒരു വലിയ മനുഷ്യ ശൃംഖലയാക്കി മാറ്റുന്നത്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കുക, ഈ ഒരുമിച്ച് ചേരൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രയാസപ്പെട്ട ഒരുപാട്, നേരത്തെ വികാരി അച്ഛൻ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങിയത്. വിശ്വാസം, ഒരു പൈസ കയ്യിലില്ല, പക്ഷേ ഇതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കി അല്ലേ, അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി, അത് നടക്കും. അതാണ് പ്രത്യാശ, അത് തീർക്കും. ആരാ കൂടെ? അവനുണ്ട് എന്നുള്ള വിശ്വാസം. ഭംഗിയായില്ലേ? മനോഹരമായ ഒരു ഹോൾ. അഭിവന്ദ്യനായ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഹോൾ പ്രയോജനപ്പെടുക. നീ എത്രയോ ചടങ്ങുകൾക്ക് ഉണ്ണികൃഷ്ണനോട് വരണം അല്ലേ?
പൊതുചടങ്ങുകൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വരുമാനം കൂടി ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ ഒരു ഹാൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ജോൺസ് കൺവെൻഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇത് ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പള്ളിയാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഞാനിന്ന് 3 ഓർത്തഡോക്സ് പള്ളികളിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതയാണ് ഈ ഞായറാഴ്ച. ഒന്ന്, ആദ്യത്തെ പരിപാടി ഇവിടെയാണ്. രണ്ടാമത്തെ പരിപാടി ഉച്ചയ്ക്ക് 3 മണിക്ക് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന ദിനമാണ്. അത് നമ്മുടെ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിലാണ് ആ പരിപാടി 3 മണിക്ക്. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് വാഴൂരിനടുത്തുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ സെൻറ്റിനറി സെലിബ്രേഷനാണ്. അവിടെയും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിചാരിതമായിട്ടാണ് ഒരു ദിവസം 3 ഓർത്തഡോക്സ് പള്ളികളിൽ 2 ജില്ലകളിലായി സംസാരിക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിരിക്കുന്നത് എന്നുകൂടി ഞാൻ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സാർ.